ഹായ്, ഞാൻ മിസ്രിയ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോ മെയ് 4-ാം തീയതി നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എക്സാം കഴിഞ്ഞ അന്ന് തൊട്ട് എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുകയും യൂട്യൂബിൽ കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു എന്റെ എക്സാം എന്ന്. അപ്പം ദിസ് അൾട്ടിമേറ്റ് വീഡിയോസ് എന്റെ എക്സാം എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പം എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എക്സ്ട്രീംലി ഹാർഡ് പേപ്പർ ആയിരുന്നു. ഒരു മോഡറേറ്റ് ടു ഹാർഡ് എന്ന് പറയുന്നതിലും എക്സ്ട്രീംലി ഹാർഡ് പേപ്പർ തന്നെയായിരുന്നു. പിന്നെ അതിന് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാ ഫീൽ ചെയ്തതെന്ന് വെച്ചാല് എന്റെ യൂഷ്വലി പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഞാൻ ആദ്യമേ ബയോളജിയാണ് എഴുതല്. അത് മോക്ക് എക്സാംസിലായാലും ഇതുവരെയുള്ള എല്ലാ നീറ്റിലാണെങ്കിലും ഞാൻ ബയോളജിയാണ് ആദ്യം അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പൊ ബയോളജി അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ 91st ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ എഴുതി തുടങ്ങുന്നതല്ലോ. അതിന് ബോട്ടണിന്നോ സുവോളജിന്നോ ഒരു ഹെഡിങ് അങ്ങനെയൊന്നും ഇല്ല. അതുപോലെ എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാസ് സുവോളജി. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഒരു ഡിസ്പാരിറ്റി തോന്നി. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ ഉത്തരം എഴുതുക, ബബിൾ ചെയ്യുക, അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. അങ്ങനെ ഞാൻ അത് എഴുതി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. അപ്പൊ തന്നെ എനിക്ക് പേപ്പർ ബയോളജി കുറച്ച് ലെങ്തി ആണെന്ന് തോന്നി. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് വൺ വേർഡ് ആൻസേഴ്സും ഞാൻ ക്വസ്റ്റ്യൻസും കണ്ടിരുന്നു. അപ്പം ഞാൻ അത്ര ടെൻസ്ഡ് ആയിട്ടില്ല. കാരണം ബ്രില്യന്റിൽ നമ്മൾ ഇതിലും ലെങ്തി ആയിട്ടുള്ള പേപ്പർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വൺ വേർഡ് പോലും ഇല്ലാണ്ട് എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു ടെൻഷൻ തോന്നിയില്ല ബയോളജി കണ്ടപ്പോ. പക്ഷെ ബയോളജി ചെയ്ത് വന്നപ്പോ ഓപ്ഷൻസ് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. അതായത് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിന്റെ ഓപ്ഷൻസ് തിരിച്ചും മറിച്ചും പിന്നെ എ മുതൽ ഇ വരെ തന്നിട്ട് ഏതൊക്കെയാണോ ഉള്ളത്. ചില ഓപ്ഷനിൽ ബി ആൻഡ് സി, ചിലതിൽ ബി സി ഇ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി വരുമല്ലോ. അങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആണ് ഞാൻ ആദ്യമേ നോട്ടീസ് ചെയ്തത്. അപ്പൊ എനിക്ക് മാക്സിമം അറിയാവുന്ന ഉറപ്പുള്ളത് മാത്രം ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ചെയ്തത്. അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷനായി. കാരണം ഒരെണ്ണം എഴുതും, അടുത്തത് വിടും, അടുത്ത ലീവ് ചെയ്യും. അങ്ങനെ കുറെ എംപ്റ്റി സ്പേസസ് ആയിരുന്നു OMR. അത് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കി. പക്ഷെ ഞാൻ ബയോളജി എന്നിട്ട് ഞാൻ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഫുൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ബയോളജി ആസ് എ സബ്ജക്ട് 45 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കെമിസ്ട്രിയിൽ വന്നപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി കെമിസ്ട്രി ടഫാണ്. അപ്പോഴെന്റെ മൈൻഡിൽ ബയോളജി ആവറേജ്, കെമിസ്ട്രി ടഫാണ്. അപ്പൊ ഫിസിക്സ് നല്ല എളുപ്പമായിരിക്കും, കെമിസ്ട്രി അത്യാവശ്യം ചെയ്തിട്ട് അങ്ങോട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചത്. കെമിസ്ട്രി ഞാൻ അറിയാത്തത് ഒന്നും ചിന്തിക്കുമ്പോൾ കിട്ടാത്ത ആൻസേഴ്സ് ഒക്കെ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് കിട്ടുന്ന എല്ലാം ചെയ്താണ് പോയത്. അങ്ങനെ ഞാൻ കെമിസ്ട്രിയും ഒരു 45-50 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും 1 hour താഴെ. അത് ഞാൻ ഫിസിക്സിലെത്തിയപ്പോ എന്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ സിമ്പിൾ ഫിസിക്സ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഫിസിക്സ് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും എവറിത്തിങ് വെന്റ് അപ്സൈഡ് ഡൗൺ. ഭയങ്കര ടഫായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമുക്ക് 1 മിനിറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് തന്നാലും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ ഞാൻ അതൊക്കെ ഫിസിക്സ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തതായി. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ സമയം, പിന്നെ ചെയ്തിട്ട് കിട്ടുന്നില്ല, ചില ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടേ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും ഫിസിക്സിൽ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനില്ലായിരുന്നു. ആക്ച്വലി ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പിക്ക് ചെയ്ത് അത് മാത്രം സിമ്പിൾ ആയിട്ട് എഴുതി. എന്തായാലും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും വൺസ് ഒരു വട്ടം വായിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ചില ക്വസ്റ്റ്യൻസ് വായിക്കും, അപ്പൊ തന്നെ ലീവ് ചെയ്യും. ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല അത്ര ഹാർഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ തന്നെ ലീവ് ചെയ്ത് അടുത്തടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു വട്ടം വായിക്കാൻ എനിക്ക് സമയം കിട്ടി. അങ്ങനെ ഞാൻ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാൻ മീൻസ് എനിക്ക് അറിയാവുന്ന എല്ലാം പിക്ക് ചെയ്ത് എഴുതി. then ഞാൻ വീണ്ടും ബയോളജിയിൽ വന്നു. അപ്പൊ ബയോളജിയിൽ വന്നപ്പോ ആദ്യമേ ഞാൻ ലീവ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എനിക്ക് ഒരു ഹിന്റ് കിട്ടി, ഞാൻ അത് അറ്റൻഡ് ചെയ്തു. കെമിസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് അധികം ഹിന്റ് ആദ്യമേ ലീവ് ചെയ്തതിന് കിട്ടിയിട്ടില്ല. ഫിസിക്സിന് ഒട്ടും കിട്ടിയിട്ടില്ല. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മണിക്കൂർ കഴിഞ്ഞു ബെല്ലടിച്ചു കഴിഞ്ഞ് നമ്മുടെ ഇന്ന് OMR തിരിച്ച് മേടിക്കുന്ന ആ ഒരു ഗ്യാപ്പില് ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്തു എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ ഞാൻ ഏകദേശം 35 ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് 180 145 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിലും ഇത്രയും ഒരു ഹാർഡ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ്സിന് ചാൻസ് കൂടുതലാണ്. എനിക്ക് ഫിസിക്സ് അതായിരുന്നു ഏറ്റവും കൂടുതൽ പേടി. കാരണം ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റെപ്പ് കൂടുന്തോറും നമുക്ക് തെറ്റാനുള്ള ചാൻസും കൂടുവാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ എന്റെ ഒരു മൈൻഡ് വോയിസ് എന്ന് വെച്ചാൽ ഐ എം നോട്ട് ഗോയിങ് ടു ക്രാക്ക് ദിസ് ഇയർ. അത് തന്നെയായിരുന്നു എന്റെ ഒരു മനസ്സില്. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറച്ച് പിള്ളേരൊക്കെ ബയോളജി എളുപ്പമായിരുന്നു, കെമിസ്ട്രി എളുപ്പമായിരുന്നു, ഫിസിക്സ് ആയിരുന്നു ഇച്ചിരി പാട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് മാത്രമാണ് എല്ലാം പാടായിട്ട് തോന്നിയതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ
ഈ കുട്ടികളുടെ റെസ്പോൺസും അതുപോലെ ബ്രില്യന്റിലെ ഓരോ വീഡിയോ ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും പാടാണ് എന്ന്. കുറച്ചൊക്കെ എനിക്ക് എക്സാം ഹോളിൽ തന്നെ മനസ്സിലായി ക്വസ്റ്റ്യൻ പേപ്പർ പാടാണ്, കട്ട് ഓഫ് കുറയും എന്നൊക്കെ അവിടുന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി എല്ലാം ചെയ്യാൻ എനിക്കൊരു ധൈര്യം കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. കാരണം ഇപ്പം കോച്ചിങ് സെന്റേഴ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവസാനത്തെ ആഴ്ച എഴുതുന്ന എക്സാമൊക്കെ നല്ല എക്സ്ട്രീംലി എളുപ്പമായിരിക്കും. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കും, അതിന് ഉത്തരം എഴുതും, അടുത്ത വായിക്കും, അതിന് ഉത്തരം എഴുതും. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ പോലും വരുന്നില്ല. അപ്പൊ പെട്ടെന്ന് നീറ്റ് എക്സാമിന് വരുമ്പോൾ ഒന്നും കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആവും. പക്ഷെ അതിനുള്ളിൽ വെച്ച് ഞാൻ എക്സാം കുറച്ച് ടഫാണ്, കട്ട് ഓഫ് കുറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന മൊത്തം എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്നായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിലൊക്കെ ആണെങ്കിലും എനിക്ക് കിട്ടത്തില്ല എന്നൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്നലെ ശിവൻ സാറിന്റെ വീഡിയോ ഇപ്പൊ ബ്രില്യന്റിലുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതല്ല, ഒരുമാതിരി എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇന്നലെ ഏകദേശം മാർക്ക് റേഞ്ചിൽ വരുന്ന റാങ്ക് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഒരു ചെറിയ ഹോപ്പ് ഉണ്ട്. ഇപ്പൊ മാർക്ക് റേഞ്ച് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴും ആൻസർ കീയിൽ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിലുള്ള ആൻസർ കീയിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല ബ്രില്യന്റിൽ ഇപ്പൊ 2 or 3 ആൻസർ കീ ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും, കാരണം കുറെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അല്ലാത്തവന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ആൻസർ കീ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഞാനിപ്പോ എല്ലാ വർഷവും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കിനേക്കാളും കുറവാണ് എനിക്ക് റിസൾട്ടിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ മാർക്ക് പറയാത്തത്. പക്ഷെ ഒരു റേഞ്ച് ബിറ്റ്വീൻ 500 and 550 ആണ്. ബിലോ 550 അതാണ് എന്റെ ഒരു റേഞ്ച് വരുന്നത്. അപ്പം കേരളത്തിൽ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആസ് ഓഫ് നൗ ഞാൻ കണ്ട വീഡിയോയിലൊക്കെ വെച്ച് ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റിന് ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ചാൻസ് ഉണ്ട്, നല്ലൊരു പെർസെന്റേജ് ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഹോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഏകദേശം എന്റെ ഒരു എക്സാമിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്റെ എക്സാം സെന്റർ വന്നിട്ട് കോട്ടയമായിരുന്നു. ഞാൻ കോട്ടയത്താണ് എക്സാം എഴുതിയത്. ലാസ്റ്റ് 3 months ഞാൻ ബ്രില്യന്റിന്റെ ഹോസ്റ്റലിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പൊ ഞാൻ എക്സാം അവിടെ നിന്നാണ് എഴുതിയത്. എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ അതാണ് എന്റെ എക്സാം സെന്റർ. പിന്നെ ഒരു കാര്യം എടുത്ത് ഈ വട്ടം പറയാനുള്ളത്, ഇപ്പം എക്സാം ഇത്രയൊക്കെ എക്സ്ട്രീംലി ഹാർഡ് ആക്കിയാലും എക്സാമിന്റെ കണ്ടക്ട് ചെയ്ത രീതി വാസ് എക്സ്ട്രീംലി ഗുഡ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ബെറ്റർ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എക്സാമിന് ഒരുപാട് സമയം പോയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക്, എനിക്കും പോയിട്ടുണ്ട്. നമുക്ക് ആ ഇഫക്റ്റീവ് 3 hour എക്സാം എഴുതാൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ വർഷം എനിക്കത് കിട്ടി. ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ എല്ലാ കാര്യങ്ങളും പക്ക വിത്തിൻ ദ ടൈം ഫ്രെയിം എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആർക്കും മാറ്റാൻ ഒക്കത്തില്ല. OMR ബുക്ക്ലെറ്റ് ബബിൾ ചെയ്യുക, അവരുടെ ഇതിൽ ബബിൾ ചെയ്യുക, സിഗ്നേച്ചർ, തമ്പ്, അതൊന്നും നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. അത് എക്സാം പ്രൊസീജിയറിനകത്തുള്ളതാണ്. അതല്ലാണ്ട് ഇൻവിജിലേറ്റേഴ്സ് കാരണം 1 minute പോലും വേസ്റ്റ് ആയിട്ടില്ല. അതൊരു എക്സ്ട്രാ ഒരു നല്ല പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹാർഡ് എക്സാമിന് സമയം കൂടി പോയിട്ടുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായി തീരുള്ളൂ. അപ്പം അതൊരു ബ്ലസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി, ഒരു ബോണസ് ആയിട്ട് തോന്നി ഈ വർഷം. അപ്പം അതൊക്കെയാണ് എന്റെ ഒരു എക്സാം അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ എക്സാം അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് പറയാ. എല്ലാവർക്കും ഹാർഡ് ആയിരിക്കും ഒബ്വിയസ്ലി. കുറെ പേരൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. എത്രത്തോളം ഹാർഡ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാളും എക്സ്ട്രീംലി ഹാർഡ് ആയിപ്പോയി. എനിക്കും ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അത്ര ഈസി ആയതുകൊണ്ട് ഈ വർഷം പാടായിരിക്കുന്നത്. പക്ഷെ ഇത്രയും പാടാകുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതാണ് എന്റെ ഇത്. അപ്പം നിങ്ങൾക്കൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഏകദേശം ഒരു മാർക്ക് റേഞ്ചും കമന്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് അറിയത്തില്ലെങ്കിലും കമന്റ് സെക്ഷനിൽ വേറെ ആരെങ്കിലും പറഞ്ഞ് അത് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഞാൻ ഒരുപാട് കമന്റ് സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയത് നമ്മളെ കമന്റ്സിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് റേഞ്ച് ഒക്കെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ദിസ് വാസ് ഓൾ അബൌട്ട് മൈ എക്സാം. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഒബ്വിയസ്ലി റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ റിസൾട്ട് പറയുന്നതായിരിക്കും. കാരണം ഞാൻ പ്രിപ്പറേഷന്റെ ഒരു വീഡിയോ ഇടുമ്പോൾ റിസൾട്ടിന്റെ വീഡിയോ ഇടാൻ എനിക്ക് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഞാനത് ഇടുന്നതായിരിക്കും. അതിനുള്ളിൽ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ.